സേവനത്തിന്റെ കരുതലുമായി ഇത്തവണയും ശ്രീകുമാർ കോർമത്തിന്റെ വസതി ജീവകാരുണ്യ പ്രവർത്തനത്തിന് സാക്ഷിയായി. കോഴിക്കോട് ഗോവിന്ദപുരം KR പണിക്കർ റോഡിലെ മീനാക്ഷിയത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടന്നു. ശ്രീകുമാർ കോർമത്തിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിലെ അർഹരായ കുടുംബങ്ങൾക്കായി ഭക്ഷ്യക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്കാണ് ഇത്തവണ സഹായമെത്തുന്നത്. തുടർച്ചയായ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തവണയും മുടങ്ങാതെ ഭക്ഷ്യക്കിറ്റ് വിതരണം സംഘടിപ്പിക്കുകയായിരുന്നു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രപഞ്ചത്തിലെ അവാച്യമായ ഒരു ശക്തിയാണ് ദൈവം. ആ ദൈവമാണ് നമ്മളൊക്കെ ആ ദൈവം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി. കാരണം ഒരു അമ്മയുടെ മക്കള് 5 പേരുണ്ടെങ്കിൽ 5 പേര് ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഒരു മകനോടായിരിക്കും അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് ഈ ദൈവത്തിന് ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടിയാണ് ശ്രീകുമാർ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരോടുകൂടി ജീവിക്കണം. അതായത് അവരോട് ജീവിക്കണം, അവരോട് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീകുമാർ. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, KMCT ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മൊയ്തു, മുൻ MLAയും കോഴിക്കോട് മുൻ മേയറുമായ തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. 22, 23, 24 ദിവസങ്ങളിലാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങൾക്കും ഒരു കൈത്താങ്ങാവുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരത്തിലെ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. 2020 കോവിഡ് കാലത്ത് തുടങ്ങിയ കിറ്റ് വിതരണം ഇപ്പോഴും മുടങ്ങാതെ തുടരുന്നു. ഇന്ന് കിറ്റ് വിതരണത്തിന്റെ 7ാം വാർഷികമാണ്. കോവിഡ് കാലത്ത് ഏതാണ്ട് ഞാനൊരു 5.5 മാസത്തോളം ദുബായിൽ നിന്ന് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം ആ സമയത്ത് ഇത് നമ്മുടെ പരിസരവാസികളാണ് എന്നോട് പറഞ്ഞത്, സാറിന് കഴിയുമെങ്കിൽ 100 ആളെ സഹായിക്കുക, 200 ആളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണെന്ന്. അപ്പോൾ ഏതാണ്ട് നമ്മൾ 7600 കിറ്റുകൾ ഞാൻ ആദ്യത്തെ വർഷം കൊടുത്തു. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസത്തെ ഗ്യാപ്പിലാണ് അത് ചെയ്തത്. അന്ന് പിന്നെ ഓണം അങ്ങനെയൊന്നുമില്ല, സന്ദർഭങ്ങൾ നോക്കി ചെയ്തു. പലതും അങ്ങനെ പല അസുഖങ്ങൾ വന്നവരെല്ലാ സമയത്ത്. പിന്നെ വീണ്ടും 21-ലും അതുപോലെ 6 മാസം ഞാനിവിടെ സ്റ്റക്കായി വന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് അതും തുടർന്നു. പിന്നെ എനിക്ക് തോന്നി ഇതിന് ഡിമാൻഡ് കാണുമ്പോൾ പിന്നെ റെഗുലറായിട്ട് ആൾക്കാർ ഗേറ്റിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി എപ്പോഴാണ് കിറ്റ് വിതരണം തുടങ്ങുന്നതെന്ന്. നിർത്താൻ കഴിയാത്തൊരു സ്ഥിതി. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് നിർത്തലല്ല, ഇനി ഇതിൻ്റെ മാക്സിമം ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു രീതിയിൽ ഇതെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു വീട്ടിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5,000 6,000 1000 മേലെ നമുക്ക് കൺട്രോൾ കിട്ടില്ല. 3-4 ദിവസം കൊണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ തുടരാൻ തന്നെയാണ് എൻ്റെ. 4000 പേർക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് കിറ്റിലുള്ളത്. ഒരു കുടുംബത്തിന് ആവശ്യമായ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്ന തരത്തിലാണ് കിറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പേരിനുള്ള വെറുമൊരു കിറ്റല്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും കിറ്റിലുണ്ട്. 26 ഇനങ്ങളാണ് കിറ്റിലുള്ളത്. നെയ്യ്, മുന്തിരി, വെളിച്ചെണ്ണ, വറുത്ത ഉപ്പേരി, ചായപ്പൊടി, പഞ്ചസാര, ബിരിയാണി റൈസ് തുടങ്ങി സാധനങ്ങളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ നീളുന്നു. ഏറ്റവും ഗുണമേന്മയോടെയാണ് ഓരോ സാധനങ്ങളും കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഭക്ഷ്യക്കിറ്റിലെ കായ വറുത്തതിന് പിന്നിലും യുവസംരംഭകരുടെ കയ്യൊപ്പുണ്ട്. യുവസംരംഭകരായ അമൻ, ഇസാൽ, ഷഹൽ എന്നിവർ ചേർന്ന് നടത്തുന്ന കൈക്കി എന്ന സംരംഭമാണ് കിറ്റിലേക്ക് കായ വറുത്തത് തയ്യാറാക്കിയത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഒരുക്കുന്നതിനൊപ്പം യുവാക്കളുടെ സംരംഭകത്തിന് പുതിയ വഴിയൊരുക്കുകയാണ് മൂവരും. സ്വന്തം സംരംഭത്തിലൂടെ തയ്യാറാക്കിയ കായ വറുത്തത് ഭക്ഷ്യക്കിറ്റിന്റെ ഭാഗമായതിന്റെ സന്തോഷത്തിലാണ് യുവ സംരംഭകർ. നമ്മൾ കൈക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റാർട്ടപ്പ് ബ്രാൻഡിന്റെ ആൾക്കാരാണ്. നമ്മൾ പുതിയതായിട്ടൊരു സ്നാക്ക് ബ്രാൻഡായിട്ട് തുടങ്ങിയതായിരുന്നു. നമുക്ക് ഈ കിറ്റിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ നന്ദി സാറിനോട്, ശ്രീകുമാർ സാറിനോട് പറയുന്നുണ്ട്. ശ്രീകുമാർ സാർ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് വളരെയധികം വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതേസമയം ഭക്ഷ്യക്കിറ്റിനൊപ്പം ലഹരിക്കെതിരായ സന്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതമാകട്ടെ നമ്മുടെ ലഹരി എന്ന സന്ദേശം ഉൾപ്പെടുത്തിയ കുറിപ്പാണ് ഭക്ഷ്യക്കിറ്റിനൊപ്പം വിതരണം ചെയ്യുന്നത്.
ഭക്ഷ്യസഹായത്തിനൊപ്പം സമൂഹത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് ഈ സന്ദേശം നൽകുന്നത്. യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുകയും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം. വർഷങ്ങളായി തുടരുന്ന സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തവണയും വിതരണം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ വിതരണവും. അർഹരായവരെ കണ്ടെത്തി നേരിട്ട് സഹായം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ഭക്ഷ്യക്കിറ്റ് ലഭിച്ചതോടെ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് ഒരു മാസത്തെ നിത്യോപയോഗ സാധനങ്ങൾ പോലും വലിയ ആശ്വാസമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സേവന പ്രവർത്തനങ്ങളുടെ പ്രസക്തി. ആഘോഷകാലങ്ങളിലും മറ്റു പ്രത്യേക അവസരങ്ങളിലും മാത്രമല്ല, ആവശ്യക്കാരെ ചേർത്തു പിടിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറയുന്നു. കോവിഡ് കാലം പൊതുവെ എല്ലാ ജനങ്ങൾക്കും ഭയമുണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ അത്തരം അന്ന് തൊട്ടേക്ക് ഇതിൻ്റെ ഒരു താങ്ങായിക്കൊണ്ടാണ് ഈ ശ്രീകുമാർ കോർമത്ത് രംഗത്ത് വരുന്നത്. പിന്നീടുള്ള ഓരോ വർഷങ്ങളും അദ്ദേഹം അതിൻ്റെ സ്വഭാവങ്ങൾ മാറ്റി ആളുകളെ അർഹതപ്പെട്ട് മുമ്പ് വിവിധ രീതിയിലാണ് ഈ ആളുകളെ കളക്ട് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ, കോഴിക്കോട് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളായി ബന്ധപ്പെട്ട് അവർ തരുന്ന അർഹതപ്പെട്ട, ഒരിക്കലും ഒരു അനർഹരും കയറിക്കൂടാൻ പാടില്ല എന്ന നിലയ്ക്ക് അർഹതപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടിട്ട് അവർക്കാണ് ഇപ്രാവശ്യം കിറ്റ് കൊടുക്കുന്നത്. വളരെയധികം ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത്തവണ 3 ദിവസങ്ങളിലായിട്ട് ഈ വീടിൻ്റെ ഈ മുറ്റത്ത് വെച്ചിട്ട് കിറ്റ് വിതരണം നടക്കുകയാണ്. നല്ല അഭിപ്രായം. പൈസ ഇല്ലാത്തവർക്കൊരു ഉപകാരമല്ലോ. പക്ഷേ ഓണത്തിന് ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. ഞങ്ങളിപ്പോൾ ജോലിയൊന്നുമില്ല, ആർക്കും ഭർത്താവിനും ജോലിയില്ല, ആർക്കും ജോലിയില്ല. ഞാൻ പോയത് എനിക്ക് വയ്യാണ്ടായിട്ട് ഇപ്പോൾ ജോലിക്കൊന്നും പോകാറില്ല. സന്തോഷം. 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ കിറ്റ് വാങ്ങുന്നത്. നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാ റെസിഡൻസിനും കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള. ഇപ്പോൾ ഈ സാധനത്തിൻ്റെ ഒക്കെ വിലക്കയറ്റത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊക്കെ ഒരു കിറ്റ് കിട്ടുന്നത് വലിയ ഉപകാരം. ശ്രീകുമാർ കോർമത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഭാര്യ വിനുത നമ്പ്യാരും മക്കളായ ശ്രീമുരുകേഷ് നമ്പ്യാർ, ശ്രീലക്ഷ്മി നമ്പ്യാർ, കൃഷ്ണ നമ്പ്യാർ എന്നിവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. സമൂഹത്തിലെ അർഹരായ കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കുന്നതടക്കമുള്ള വിവിധ സേവന പ്രവർത്തനങ്ങളിൽ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. വർഷങ്ങളായി തുടരുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവും ശ്രീകുമാർ കോർമത്തിന് വലിയ കരുത്തു പകരുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കുന്നതിലൂടെ സമൂഹത്തിലെ അർഹരായവർക്ക് കരുതലിന്റെ കൈത്താങ്ങായി മാറുകയാണ് ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം. മനുഷ്യരുടെ വേദനകൾ എപ്പോഴും ഓർക്കുന്ന ശ്രീകുമാർ കോർമത്ത് സങ്കടപ്പെടുന്നവർക്ക് തണലായി മാറുന്നു. ശ്രീകുമാർ നാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകളാണ് മീനാക്ഷിയത്തിൽ എത്തുന്നത്. എന്നും നിസ്സഹായരായ മനുഷ്യരെ ചേർത്തു നിർത്തുന്നതിൽ വിജയിച്ച മനുഷ്യനാണ് ശ്രീകുമാർ കോർമത്ത്.